പരിമിതികൾ പരാജയമാകുമെന്ന് ചിന്തിക്കുന്നവരുടെ മുൻപിൽ വിജയം വരിച്ച രണ്ട് സുഹൃത്തുക്കളുണ്ട് പുനലൂരിൽ. പോളിയോ തളർത്തിയ കാലുകൾ മിസ്റ്റർ ഇന്ത്യ ആകാൻ ബുഖാരിക്ക് ഒരു തടസ്സവുമായില്ല. വിധി വലതുകൈ കവർന്നെടുത്തപ്പോൾ എല്ലാം തകർന്നെടുത്തു നിന്ന് സകല കലാവല്ലഭനായി സനോജ് നടയിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ബസ്സിൽ ഒരു തിരുവനന്തപുരം യാത്രയിലാണ് സനോജ് നടയിലിന്റെ വലത് കൈ ഒരു ടിപ്പർ ലോറി കവർന്നെടുത്തത്. നഷ്ടത്തെക്കുറിച്ചോർത്ത് ദുഃഖിച്ചിരിക്കാൻ സനോജിന് മനസ്സില്ലായിരുന്നു. ആ മനക്കരുത്താണ് ഇന്ന് സനോജിനെ ഇത്തരത്തിൽ മാറ്റിയെടുത്തത്. മനോഹരമായി കവിതകൾ എഴുതും, പാടും, കളമെഴുതും, ചിത്രം വരയ്ക്കും. സനോജ് ഈ ഒരുക്കുന്ന ചിത്രം ആത്മാർത്ഥ സുഹൃത്തിന് സമ്മാനിക്കാനാണ്. കാലുകളുടെ ബലക്ഷയം മനസ്സിനെ ബാധിച്ചിരുന്നെങ്കിൽ ബുഖാരി ഇന്ന് മിസ്റ്റർ ഇന്ത്യ ബുഖാരി ആകുമായിരുന്നില്ല. കോവിഡിന് മുൻപ് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായ ബുഖാരിയുടെ ചിത്രം സുഹൃത്ത് പകർത്തി നൽകിയിരുന്നു. ആ ചിത്രമാണ് ബുഖാരി പുനലൂരിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ആധുനിക സംവിധാനമുള്ള ജിംനേഷ്യത്തിന്റെ ഭിത്തിയിൽ സനോജ് നടയിൽ ജീവസുറ്റതാക്കി മാറ്റിയിരിക്കുന്നത്. വരയ്ക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയ ഭാഗ്യമാണ് എനിക്ക്. കാരണം നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നു എത്ര പേര് അത് അദ്ദേഹത്തെ ആഘോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്, കേരളത്തിന്റെ അഭിമാനമാണ്, നമ്മുടെ പുനലൂരുകാരുടെ സ്വകാര്യ അഭിമാനമാണ്. പിന്നെ ഈ പറയുന്ന പോലെ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ യൂണിവേഴ്സ് ആകും എന്നൊക്കെ പറഞ്ഞ് കളിച്ച കാര്യമല്ല. ഞാനൊക്കെ പണ്ട് തൊട്ടേ ഒരു ആരാധനയോടെ കാണുന്ന ഒരു മനുഷ്യനാണ്. അത് വരയ്ക്കാൻ അവസരം കിട്ടി. പല രാജ്യങ്ങളിൽ പല വേദികളിൽ ആയിരക്കണക്കിന് മസലന്മാരുടെ മുൻപിൽ പോലും പതറാത്ത ബുഖാരി സനോജിന്റെ കരവിരുതിന് മുന്നിൽ ഒരു നിമിഷം പതറിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. അത്രയധികം ജീവസുറ്റതാണ് സനോജ് ഒരുക്കിയ ചിത്രം. പുതിയ സ്ഥാപനത്തിലേക്ക് ആത്മാർത്ഥ സുഹൃത്തിന്റെ സ്നേഹസമ്മാനം. സനോജ് എന്റെ ഒത്തിരി പടം കണ്ടിട്ടുണ്ട് സനോജ്. അപ്പൊ സനോജ് ഒരു പടം പറഞ്ഞ് സനോജ് ഈ പടമാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുകയെന്ന് പറഞ്ഞു. ഓക്കെ, ആ പടം എല്ലാം സനോജ് അറേഞ്ച് ചെയ്തുകൊണ്ടുവന്നു. പക്ഷെ സനോജ് അത് വരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ രീതിയിൽ ഈ ഒരു രീതിയിൽ ആ പടം ഇങ്ങനെ ആകുമെന്നും. അത് ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിലും വലിയ അതിഭയങ്കരമായിട്ട്. അപ്പൊ ഇത് വന്ന് കാണുന്നവരൊക്കെ പറയുന്നത് ഇത് എങ്ങനെ എന്ത് ചെയ്തു. അപ്പം സനോജിന്റെ കഴിവ് നമുക്ക് അറിയാം. സനോജ് വരച്ച് തന്നെ ഈ രൂപത്തിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വൈകല്യത്തിന്റെ മുൻപിൽ പകച്ചു നിൽക്കാതെ പടവെട്ടി മുന്നേറിയ ഈ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പുനലൂരുകാർക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. ഒപ്പം വൈകല്യങ്ങൾ ഒന്നുമല്ലെന്ന ഓർമ്മപ്പെടുത്തലും. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ.